ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ ഇന്ത്യ പര്യടനം തുടരുകയാണ്. ഗുജറാത്തിലെ വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം മെസ്സി സന്ദർശിക്കും. നിങ്ങൾക്കറിയാം, ഒരു കൃത്രിമമായ വനം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അംബാനിയുടെ നേതൃത്വത്തിൽ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ, ശരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ പര്യടനത്തിലുള്ള കാര്യമായിരുന്നില്ല. ഈ വൻതാര ഒരു വലിയ അത്ഭുതമാണ്, വിസ്മയമാണത്. ഒരു കൃത്രിമമായ വനം ക്രിയേറ്റ് ചെയ്ത് മൃഗങ്ങളും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൻതാരയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി പോലെ ഒരു ചെറിയ സാധനവും ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതെ SK, ഈ പറഞ്ഞതുപോലെ തന്നെ മെസ്സിയുടെ ഗോഡ് ടൂർ എന്ന് പറയുന്ന പരിപാടിയിൽ സത്യത്തിൽ ഈ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ കൊൽക്കത്തയിൽ വരുന്നു, അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് വരുന്നു, അവിടെ നിന്ന് മുംബൈ, ഏറ്റവും ഒടുവിൽ ഡൽഹി. ഇതോടുകൂടി പര്യടനം പൂർത്തിയാക്കി മെസ്സി ഇന്നലെ തന്നെ മടങ്ങും എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മെസ്സിയുടെ ഗോഡ് ടൂർ, അതായത് അദ്ദേഹം പല പ്രദർശന മത്സരങ്ങൾ, വലിയ ഡിഗ്നിറ്റീസിനെ കാണുന്നു, പല പല പ്രമുഖരെ കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു കാര്യം അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് വിട്ട് ഇന്നലെ ചില ഫ്ലൈറ്റിൻ്റെ ചില ഇഷ്യൂസും എയർ പൊല്യൂഷൻ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടുമാണ് മെസ്സിയുടെ ഡൽഹി സന്ദർശനമൊക്കെ തന്നെ അല്പം ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു തീരുമാനം കൂടി കണക്കിലെടുത്തായിരിക്കും മെസ്സി പെട്ടെന്ന് അഹമ്മദാബാദിലേക്ക് കൂടി പോകാൻ തീരുമാനിച്ചെന്നത്. SK സൂചിപ്പിച്ചതുപോലെ തന്നെ വൻതാര ഒരുപക്ഷെ വലിയൊരു വിസ്മയമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കൂടി മെസ്സിക്ക് ഇന്ത്യയിൽ നിന്ന് സമ്മാനിച്ചുകൊണ്ട് ആവണം മടക്കമെന്ന് ഒരുപക്ഷെ ഇതിൻ്റെ അധികൃതർ തീരുമാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ മെസ്സി ഇപ്പോൾ ഗുജറാത്തിലേക്ക് തിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ എത്തി ചില കൂടിക്കാഴ്ചകൾ കൂടി നടത്തി മെസ്സി ഇന്നായിരിക്കും മടങ്ങും എന്നുള്ളത് ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഔദ്യോഗികമായി എവിടെയും തന്നെ അത്തരം രേഖപ്പെടുത്തുന്നില്ല. എന്തായാലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ചാണ് മെസ്സിയുടെ ഈ പര്യടനം തുടരുന്നത്. ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്കും വലിയ സന്തോഷം നൽകുന്നു. കാരണം ഹൈദരാബാദിൽ മെസ്സിയെ നേരിട്ട് കാണാനൊക്കെ സാധിച്ചു. അതും വലിയ, എങ്ങനെയാണ് മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ എന്നെ അത്ര നെഞ്ചേറ്റുന്ന ഒരു ജനത എങ്ങനെയാണ് മെസ്സിയെ സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടു. മുംബൈയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെയും മെസ്സിയെയും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണുന്നത് എന്ന് പറയുന്നത് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരു 10-on-10 മൊമെൻ്റ് എന്ന തന്നെയായിരുന്നു പലരെയും സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വലിയ വലിയ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് മെസ്സി. അപ്പോൾ മെസ്സി ഇന്നൊരു ദിവസം കൂടി ഇന്ത്യയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.